ഇത് വില്യംസൺ സിന്തസിസ് ആണ് കേട്ടോ. വില്യംസൺ സിന്തസിസ് ആണ്. ഇവിടെ ഒരു കുഞ്ഞ് നമ്മുടെ അശ്രദ്ധയെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു കുഞ്ഞ് പരിപാടി ഇവിടെ ഒപ്പിച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ ക്ലോറോഫോം എന്ന് വായിക്കാൻ സാധ്യതയുണ്ട്, സാലിസിൽ ആൽഡിഹൈഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ തെറ്റില്ല കേട്ടോ. കാരണം എന്താ അറിയും, അതിന് പറ്റിയ ചോയ്സ് ഇല്ല. 1 2 3 4. സോ ഇറ്റ് ഈസ് 3-methyl butoxy എന്നല്ലേ. 3-methyl butoxy. നോക്കൂ, ആൽക്കോക്സി ആൽക്കീൻ ആണ്, ബെൻസീൻ. 3-methyl butoxy ബെൻസീൻ. ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷനിൽ നമുക്ക് മറ്റേ പ്രോഡക്റ്റ് ആയിരിക്കും. ഔട്ട് ഓഫ് പ്രൊപ്പൻ 1-ol, പ്രൊപ്പൻ 2-ol, പ്രൊപ്പൻ 1-ol will be the major product. The major product obtained seem to be like the one which we get through anti-Markovnikov addition. Anti-Markovnikov additionൽ കിട്ടുന്ന പ്രോഡക്റ്റ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ഇവിടെ നമുക്ക് ലഭിക്കുക. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ ആൻഡ് എ വാം വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2025 കീം എക്സാമിനേഷന് വന്ന കെമിസ്ട്രി സബ്ജക്റ്റിൽ ആൽക്കഹോൾ ഫിനോൾ ഈത്തേഴ്സ് എന്ന ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ 2025 6 സെഷൻസിലായിട്ട് വന്നിട്ടുള്ള ആൽക്കഹോൾ സെക്കൻഡ് ഇയറിലെ ഓർഗാനിക് ചാപ്റ്റർ ആൽക്കഹോൾ ഫിനോൾ ഈത്തേഴ്സ് എന്ന ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എ വാം വെൽക്കം ടു ഓൾ വൺസ് അഗെയിൻ ടു ദ വീഡിയോ. ഓക്കെ, യെസ്. ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ക്വസ്റ്റ്യൻസ്, എ നോട്ടീസ് ഓൺ മാസ്റ്റർ കീം 2026 എന്ന ഒരു ഇൻറ്റൻസീവ് ക്രാഷ് കോഴ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. CBSE സ്റ്റുഡൻസിന് ഇതിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങുന്നത് മാർച്ച് 13-ാം തീയതിയും സ്റ്റേറ്റ് സ്റ്റുഡൻസിന് അത് തുടങ്ങുന്നത് മാർച്ച് 18-ാം തീയതിയുമാണ് ക്ലാസ്സുകൾ തുടങ്ങുന്നത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അഡ്മിഷൻസ് മാത്രമാണ് കൊടുക്കുന്നത്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഉണ്ട്. പരമാവധി എല്ലാവരും ഓഫ്ലൈനായിട്ട് തന്നെ അത് പ്രിഫർ ചെയ്യുക. റൈറ്റ്, അതിൻ്റെ വിശദാംശങ്ങൾ, ഓരോ ചാപ്റ്ററിൻ്റെയും റിവിഷൻസ് എങ്ങനെയാണ്, മോക്ക് എക്സാംസ് എങ്ങനെയാണ്, അതിൻ്റെ ഡിസ്കഷൻ ക്ലാസ്സുകൾ, നിങ്ങൾക്ക് കിട്ടുന്ന മെറ്റീരിയൽസ്, ഫെസിലിറ്റി, ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ കാണിച്ചിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് ദ ഡീറ്റെയിൽസ് ഫോർ ദാറ്റ്. ഓക്കെ, അതുപോലെ +1 +2 ട്യൂഷൻ പ്രോഗ്രാംസ്, ഓരോ വിഷയങ്ങളും വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള, വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള NCERT ലൈൻ ബൈ ലൈൻ പഠിപ്പിക്കുന്ന ഓഫ്ലൈൻ ക്ലാസ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും കൃത്യമായി അന്വേഷിക്കുക. എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ആസ് ഐ സെഡ്, ആൽക്കഹോൾ ഫിനോൾ ഈതർ എന്ന ചാപ്റ്ററിൽ കീമിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, IUPAC നെയിം ഓഫ് ഫിനൈൽ ഐസോപെൻറ്റൈൽ ഈത്തർ. ഇതാണ് ചോദ്യം. ഈത്തേഴ്സിൻ്റെ പേര് അറിയാലോ അല്ലേ, ആൽക്കോക്സി ആൽക്കെയിൻ എന്നാണ് ഈത്തേഴ്സിനെ നമ്മൾ എഴുതുക. ഈത്തേഴ്സിൻ്റെ IUPAC നെയിം അങ്ങനെയാണ് വരിക, ആൽക്കോക്സി ആൽക്കെയിൻ എന്നായിരിക്കും എഴുതുക. ഇവിടെ നമുക്ക് വേണ്ടത് ഫിനൈൽ ഐസോപെൻറ്റൈൽ ഈത്തർ ആണ്. ഇതാണ് ഐസോപെൻറ്റൈൽ എന്ന് പറയുന്ന സാധനം. ഐസോപെൻറ്റൈൻ ഇതാണ്. ഐസോപെൻറ്റൈൽ എന്ന് പറയുമ്പോൾ ഇതായി കിട്ടും. ഇതാണ് ഫിനൈൽ ഐസോപെൻറ്റൈൽ. നോക്കൂ, 1 2 3 4 5 ഫിനൈൽ ഐസോപെൻറ്റൈൽ ഈത്തർ. PH എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, ബെൻസീൻ റിംഗ്. PH ഈസ് ബെൻസീൻ റിംഗ്. This is the molecule phenyl isopentyl ether, right? So what will be the name? നമുക്ക് എങ്ങനെ വിളിക്കാം? 1 2 3 4. So it is 3-methyl butoxy എന്നല്ലേ, 3-methyl butoxy. നോക്കൂ, ആൽക്കോക്സി ആൽക്കീൻ ആണ്, ബെൻസീൻ. 3-methyl butoxy benzene. That means ഒന്നാമത്തെ ചോയ്സ് itself കേട്ടോ. ഫസ്റ്റ് ചോയ്സ് itself is the
correct answer. 3-methyl butoxybenzene. ഒന്നുകൂടെ പറയാം. 1, 2, 3, 4. 3-methyl. This is 3-methyl. 3-methyl. 4 കാർബൺ വരുമ്പോൾ alkoxy എങ്ങനെ പറയും? Butoxybenzene. Okay? That is the name. First choice. അടുത്ത ചോദ്യം. Phenol on treatment with chloroform in presence of NaOH, a CHO group is introduced at ortho position of benzene ring and the reaction is called. അറിയാലോ അല്ലെ? Phenol treated with chloroform and alkali. Phenol treated with chloroform and alkali വളരെ പോപ്പുലർ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. Phenol treated with chloroform and NaOH, you get a intermediate. ഇവിടെ ONA ആവും, ഇവിടെ CHCl2 എന്ന് കിട്ടും. And that upon hydrolysis you get salicylaldehyde. ഇവിടെ OH വരും, ഇവിടെ CHO വരും, salicylaldehyde. റിയാക്ഷൻ വളരെ പോപ്പുലർ ആണ്, involving the very popular electrophilic species dichlorocarbene. ഇവര് രണ്ടുപേരും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ you get dichlorocarbene. This is the electrophile involved in reaction. Dichlorocarbene. റിയാക്ഷൻ എല്ലാവരും ഓർക്കുന്നുണ്ടാവണം. It is RT, Riemer-Tiemann reaction അല്ലേ? This is Riemer-Tiemann reaction. കോൾബ് റിയാക്ഷൻ എന്താണ്? ഫീനോൾ വിത്ത് കാർബൺ ഡയോക്സൈഡ് ആൻഡ് ആൽക്കലി അല്ലെ? ഫിനോളിനെ ഫിനോക്സൈഡ് ആക്കി മാറ്റുക, ട്രീറ്റഡ് വിത്ത് കാർബൺ ഡയോക്സൈഡ്. യു അൾട്ടിമേറ്റ്ലി ഗെറ്റ് സാലിസിലിക് ആസിഡ്. ദാറ്റ് ഈസ് കോൾബ്സ് റിയാക്ഷൻ. പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഫീനോളിന്റെ സ്പെഷ്യൽ റിയാക്ഷൻസ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. നോക്കുക. ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ ഓർമ്മയില്ലേ? പ്രിപ്പറേഷൻ ഓഫ് ബെൻസാൽഡിഹൈഡ്, ബെൻസീൻ കൺവേർട്ടഡ് ടു ബെൻസാൽഡിഹൈഡ്, ട്രീറ്റഡ് വിത്ത് കാർബൺ മോണോക്സൈഡ് HCl, ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ. സ്റ്റീഫൻ റിയാക്ഷൻ ഓർമ്മയില്ലേ? സ്റ്റീഫൻ റിയാക്ഷൻ നൈട്രൈൽസ് RCN converted to RCHO by treating with SnCl2 HCl. Stephen reduction, partial reduction of nitriles getting aldehydes. Sandmeyer's reaction വളരെ പോപ്പുലർ ആണ്, അറിയാലോ. Aniline converted to diazonium salt, and from there we prepare chlorobenzene, bromobenzene, cyanobenzene by treating with cuprous chloride HCl, cuprous bromide HBr, cuprous cyanide KCN. 3 products കിട്ടുന്ന Sandmeyer's reaction. That also is a very popular reaction. Anyway, this is Riemer-Tiemann reaction. Phenol treated with chloroform alkali. Chloroform alkali will produce a dichlorocarbene. Dichlorocarbene ഇതാണ് ഇലക്ട്രോഫൈൽ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. That is attacked by benzene ring. You get such an intermediate which upon hydrolysis converted to salicylaldehyde. Okay, right. മൂന്നാമത്തെ question. The major product obtained in the dehydration of ethanol in presence of sulfuric acid at 413 Kelvin. See, dehydration of ethanol ഒരു 443 Kelvin ആണെങ്കിൽ എത്തീൻ ആണ് കിട്ടുക അല്ലെ? 443 Kelvin ആണെങ്കിൽ എത്തീൻ കിട്ടും. CH3CH2OH. When treated with the sulfuric acid, 443 Kelvin ആണെങ്കിൽ we get ethene. അതേസമയം 413 Kelvin, you may refer textbook, 413 Kelvin you will get ether, CH3, CH2O, CH2, CH3. You get diethyl ether. Diethyl ether. Fourth choice is the correct answer. Diethyl ether നെ എന്താ വിളിക്കുക? എത്തോക്സി ഈഥെയിൻ എന്ന് വിളിക്കും അല്ലെ? എത്തോക്സി ഈഥെയിൻ. അതിന്റെ മെക്കാനിസം ഒക്കെ ഒന്ന് പഠിക്കണേ. അതിന്റെ മെക്കാനിസം ഒക്കെ ഒന്ന് പഠിക്കണം. എങ്ങനെയാ മെക്കാനിസം വരുന്നത്? ഫസ്റ്റ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് പ്രോട്ടോണേറ്റഡ്. ആദ്യം ഇത് പ്രോട്ടോണേറ്റഡ് ആവും. CH3, CH2, OH. Upon protonation, it is converted like this. Immediately, the next molecule attack. SN2 attack of the alcohol molecule. ഇയാള്
ഇയാൾ കയറി ഇവിടെ അറ്റാക്ക് ചെയ്യും, ഇത് ലീവ് ചെയ്യും അല്ലേ. സോ യു ഗെറ്റ് CH3 CH2 OH പ്ലസ് CH2 CH3 എന്ന് കിട്ടും. സോ പ്രോട്ടോണേഷൻ ദാ ഇവിടെ പ്രോട്ടോണേഷൻ നടക്കും. യു ഗെറ്റ് പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ. Immediately it loses water by the time the next molecule makes it's a SN2 bimolecular attack. പഠിക്കുന്നതാണ് SN2 bimolecular attack. അതുകൊണ്ട് തന്നെ mostly we are getting symmetrical ethers in this procedure. Please go through the mechanism referred in the textbook. അപ്പോൾ എന്നിട്ട് പ്രോട്ടോണേറ്റഡ് ഈതർ കിട്ടും ആൻഡ് ഇമ്മീഡിയറ്റ്ലി ദർ ഈസ് ഡീപ്രോട്ടോണേഷൻ ഗിവിംഗ് ദിസ് ഫൈനൽ റിസൾട്ട്. അവിടുന്ന് H+ പോയി കഴിഞ്ഞാൽ യു ഗെറ്റ് ദ ഫൈനൽ റിസൾട്ട്. റൈറ്റ്, അതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് നോക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. The product found in the following reaction is, hope you easily understand, ഒരു ആൽക്കോക്സൈഡും ബ്രോമോ ഈത്തൈനുമാണ്. എന്താ റിയാക്ഷന്റെ പേര്? യെസ്, വില്യംസൺ സിന്തസിസ് അല്ലെ. ദിസ് ഈസ് വില്യംസൺ സിന്തസിസ്. Williamson's synthesis. The reaction is RX plus R dash ONA. You get ROR dash plus NaX. ഇതാണ് റിയാക്ഷൻ. വില്യംസൺ സിന്തസിസ്. An alkyl halide other than tertiary ആണെങ്കിൽ അങ്ങനെ കിട്ടില്ല, പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. Tertiary halide ആണെങ്കിൽ it will undergo elimination reaction. Otherwise there is a substitution reaction. You get ethers. And here the reaction is CH3 CH2 CH CH3 CH CH3 ONA plus C2H5Br. This is what the reaction. CS3 CS2 CH CS3 CH CS3 ONA ഇതാണ് സംഭവിക്കുന്നത്. So the reaction will be NaBr out and you get the final product. CH3 CH2 CH CH3 CH CH3 O C2H5 CH2 CH3. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് കിട്ടും. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. അതിൻ്റെ പേര് എന്താണെന്നാണ് ചോദ്യം. ഫൈനൽ പ്രോഡക്റ്റ്, അതിൻ്റെ IUPAC നെയിം കൂടെ എഴുതണം അല്ലേ. എങ്ങനെ IUPAC നെയിം ഇതിൻ്റെ പറയാം? വാട്ട് ഈസ് ദ IUPAC നെയിം ഫോർ ദിസ് മോളിക്യൂൾ? ഇതല്ലേ ബിഗർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് 1 2 3 4 5 അല്ലേ. യെസ്, സോ ഇറ്റ് വിൽ ബി 2-ethoxy എന്ന് വരണം. 2-ethoxy. നോക്ക്, രണ്ടാമത്തെ കാർബണില് ഈ ഗ്രൂപ്പ്, അതാണ് എത്തോക്സി. 2-ethoxy 3-methyl pentane. 2-ethoxy 3-methyl pentane. Once again, the first choice itself is the correct answer. Okay. നോക്ക്, 1 2 3 4 5. 2-ethoxy 3-methyl pentane. That is the molecule. Okay. So the reaction is Williamson synthesis. അത് പ്രോപ്പറായിട്ട് എഴുതുക, ആ കോമ്പൗണ്ടിന്റെ പേര് റിപ്പോർട്ട് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതേസമയം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ചിലപ്പോൾ ടെർഷറി ഹാലൈഡ് തരും. ടെർഷറി ഹാലൈഡ് തന്നു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് എന്തായിരിക്കും? ആൽക്കീൻ ആയിരിക്കും കേട്ടോ. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. സപ്പോസ് അവർ ക്വസ്റ്റ്യൻ തരുന്നത് ഒരു പക്ഷേ ഇങ്ങനെ ആവാം: CH3 C CS3 CS3Br plus CS3 ONA. ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ചോദ്യം തരുന്നുണ്ടാവുക. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇതൊരു ടെർഷറി ഹാലൈഡ് ആണ്. ആൻഡ് ടെർഷറി ഹാലൈഡ് ഈസ് ഹൈലി പ്രോൺ ടു എലിമിനേഷൻ റിയാക്ഷൻ റാദർ ദാൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പൊ പ്രോഡക്റ്റ് എന്തായിരിക്കും വരിക? ഇവിടെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ല. ഇൻ കേസ് അങ്ങനെ വന്നാൽ നോക്കൂ, ബ്രോമിൻ പോയി ഈ മൈനസ് ഇവിടുന്ന് ഒരു പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യും. ദ റിസൾട്ട് വിൽ ബി, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരും കേട്ടോ. യു ഗെറ്റ് CH3 C double bond CH2
CH3. You get isobutylene or 2-methylpropene. That will be the product. നോക്കിയിട്ട് വേണം ചെയ്യാം. കാരണം വില്യംസൺ സിന്തസിസിൽ ടെർഷറി ഹാലൈഡ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്താ? ടെർഷറി ഹാലൈഡ്സ് ആർ ഹൈലി പ്രോൺ ടു എലിമിനേഷൻ റിയാക്ഷൻ, വൈൽ വില്യംസൺ സിന്തസിസ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അത് ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണേ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് കമ്പൗണ്ട് ഹാസ് ദ ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് എന്നാണ് ചോദ്യം. ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്. യു ഹാവ് ബ്യൂട്ടൈൻ, ആൽക്കഹോൾ, ഈത്തർ, ആൽഡിഹൈഡ്, അസറ്റോൺ. എല്ലാവർക്കും അറിയാം, കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ദി ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ഇതിന്റെ ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ് എങ്ങനെ വരും? ആൽക്കെയിൻ വിൽ ബി മിനിമം അല്ലെ? ആൽക്കെയിൻ വിൽ ബി മിനിമം 1 ആയിരിക്കും മിനിമം. ആൽക്കെയിൻ കഴിഞ്ഞാൽ ഈത്തർ ആയിരിക്കും, 3 ആയിരിക്കും നെക്സ്റ്റ്. അത് കഴിഞ്ഞ് ആൽഡിഹൈഡ് വരും, അത് കഴിഞ്ഞ് കീറ്റോൺ വരും. മാക്സിമം വിൽ ബി ആൽക്കഹോൾ. ദിസ് വിൽ ബി ദ ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ഇത് കൃത്യമായിട്ട് നമ്മൾ ടെക്സ്റ്റിൽ പഠിക്കുന്നതാണ്, റൈറ്റ്? അതും 1-2 ഒക്കേഷൻസിൽ കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ആൽക്കഹോൾസ് വിൽ ഹാവ് ഹയർ ബോയിലിംഗ് പോയിന്റ് ഡ്യൂ ടു ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ആൽക്കെയിൻസ് ആയിരിക്കും മിനിമം വരിക ബോയിലിംഗ് പോയിന്റ്. കാരണം ആൽക്കെയിൻസിൽ പ്രത്യേകിച്ച് പൊളാരിറ്റി ഒന്നുമില്ല. ആൽക്കെയിൻസ് മിനിമം. അത് കഴിഞ്ഞ് ഈത്തേഴ്സിന് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല. ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഈത്തേഴ്സിന് ഇല്ല. അത് കഴിഞ്ഞ് ആൽഡിഹൈഡ്സ് വരും. ആൽഡിഹൈഡ്സ് കുറച്ച് പൊളാരിറ്റി ഉള്ളതാണ്, കീറ്റോൺസ് കുറച്ചുകൂടെ പൊളാരിറ്റി ഉള്ളതാണ്. സോ ദാറ്റ് വിൽ ബി ദി ഓർഡർ. സോ അവർ ക്വസ്റ്റ്യൻ ഈസ് ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് എന്നാ ചോദ്യം കേട്ടോ. ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് സംശയിക്കാനൊന്നുമില്ല. 2 ഈസ് ദ കറക്റ്റ് ആൻസർ. പ്രൊപ്പൻ 2 ഓൾ, പ്രൊപ്പൻ 1 ഓൾ, ദാറ്റ് ഈസ് ദി ആൻസർ. ഓക്കെ, അപ്പോ മാക്സിമം ഇത്, അത് കഴിഞ്ഞ് ഇത്, അത് കഴിഞ്ഞ് ഇത്, അത് കഴിഞ്ഞ് ഇത്, അത് കഴിഞ്ഞ് ഇത്, ആ ഓർഡറിലായിരിക്കും ബോയിലിംഗ് പോയിന്റ് വരുന്നുണ്ടാവുക. ഇൻടെക്സ്റ്റ് ആയിട്ടും സോൾവ്ഡ് എക്സാമ്പിൾ ആയിട്ടും NCERT പല പ്രാവശ്യം കണ്ട് പരിചയപ്പെട്ട ഒരു ഷെഡ്യൂളാണ് ആ ഓർഡർ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, ഫീനോൾ ട്രീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ടു ഗീവ് പ്രോഡക്റ്റ് എക്സ്, which on treatment with the concentrated nitric acid give compound Y. The compound X and Y is. ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിക്കുന്ന ഒരു എന്താ പറയുക കണ്ടന്റ് ആണ് ഈ ചോദ്യം. ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിക്കുന്ന ഒരു കണ്ടന്റ് ആണ് ഈ ചോദ്യം, റൈറ്റ്? നമുക്ക് ഇങ്ങനെ ഒരു കണ്ടന്റ് ടെക്സ്റ്റ് ബുക്കിൽ എല്ലാവരും കണ്ടുണ്ടാവേണ്ടതാണ്. ഷുവർ, കണ്ടിട്ടില്ലാത്തവർ നോക്കുക. ഇങ്ങനെ ഒരു കണ്ടന്റ് ഒരു പേജിന്റെ ലാസ്റ്റ് പാരഗ്രാഫ് ആയിട്ട് NCERT ടെക്സ്റ്റിൽ ഉള്ള ഒരു കണ്ടന്റ് ആണ്. ഒന്ന് എടുത്ത് നോക്കണേ, കണ്ടന്റ് ആവണം. Nowadays picric acid is prepared by treating phenol first with the concentrated sulfuric acid which convert into phenol 2,4-disulfonic acid, and then with the concentrated nitric acid to get a picric acid. ഇതാണ് റിയാക്ഷൻ. Phenol treated with the concentrated sulfuric acid, you will get 2,4-disulfonic acid കിട്ടും. ഇവിടെ SO3H വരും, ഇവിടെ SO3H വരും അല്ലേ? And now this is treated with the nitric acid. I am sure you have studied in the classes. Sulfonic acid group ഒരു നല്ല ലീവിംഗ് ഗ്രൂപ്പ് ആണ് അല്ലേ? സൾഫോണിക് ആസിഡ് ഒരു നല്ല ലീവിംഗ് ഗ്രൂപ്പ് ആണ്. So the net result will be you get picric acid. ഇവിടെ OH ഉണ്ടാവും, ഇയാൾ പോയിട്ട് അവിടെ NO2 ഗ്രൂപ്പ് വരും, ഇയാൾ പോകും അവിടെയും NO2 ഗ്രൂപ്പ് വരും, പ്ലസ് ഇവിടെയും കൂടെ NO2 ഗ്രൂപ്പ് വരും. You get 2,4,6-trinitrophenol which is called picric acid. നല്ല അസിഡിക് ക്യാരക്ടർ ഉള്ള ഒരു സ്ട്രോങ് ആസിഡ് ക്യാരക്ടർ കാണിക്കുന്ന പിക്രിക് ആസിഡ് കിട്ടും. ഇതാണ് കണ്ടന്റ്. ഈ കണ്ടന്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. നോക്ക്, ഫീനോൾ ട്രീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ടു ഗിവ് എ പ്രോഡക്റ്റ് എക്സ്. ഇതാണ് എക്സ്. ദിസ് ഈസ് വാട്ട് എക്സ്. എന്താണ്? ഫീനോൾ 2,4-disulfonic acid അല്ലെ? ആൻഡ് ദെൻ പിന്നെന്താണ്? That treated with the concentrated nitric acid giving Y. ഇതാണ് Y. This is Y. So this is X and this is Y.
Okay, so what is the answer? Phenol 2,4, phenol 2 അല്ല, ഇതല്ല. Phenol 2,4 disulfonic acid ഇതല്ല. ഫിഫ്ത്ത് ചോയ്സ് ആണ്. നോക്ക്, ഫിഫ്ത്ത് ചോയ്സ് ആണ്. Phenol 2,4 disulfonic acid and picric acid. ഇത് എക്സും ഇത് വൈയും. റൈറ്റ്? ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ടെക്സ്റ്റിൽ നമ്മൾ പഠിക്കുന്ന ഒരു തിയററ്റിക്കൽ കണ്ടന്റ് തന്നെ റിയാക്ഷൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പെട്ടു. കാരണം ഒരു പക്ഷേ ശ്രദ്ധിക്കുക, അതൊരു റിയാക്ഷൻ ആയിട്ട് നമ്മൾ ഇങ്ങനൊരു ടെക്സ്റ്റുവൽ കണ്ടന്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു ക്യാൻ യു റൈറ്റ് ദ ഇക്വേഷൻസ് ദ റിയാക്ഷൻ ഇൻവോൾവ്. അതാണ് ചോദിച്ചിരിക്കുന്നത്. ആ റിയാക്ഷൻസ് ടെക്സ്റ്റിൽ എഴുതിയിട്ടില്ല. ഡിസ്ക്രിപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ദി ആൻസർ ഈസ് ഫിഫ്ത്ത് ചോയ്സ്. അടുത്ത ചോദ്യം. Denatured alcohol with a color and foul smell is made nowadays by mixing ethanol with. നമ്മൾ ടെക്സ്റ്റിൽ പഠിക്കുന്നതാണ് ഡീനേച്ചറേഷൻ ഓഫ് ആൽക്കഹോൾ. എങ്ങനെയാണ് ആൽക്കഹോളിനെ മെയ്ഡ്, കമേഴ്ഷ്യൽ ആൽക്കഹോൾ, ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ പർപ്പസസിന്, ബിവറേജ് ഇൻഡസ്ട്രിക്ക് ഉള്ള ആൽക്കഹോൾ സപ്ലൈ ചെയ്യുന്നത് ഗവൺമെന്റ് സിസ്റ്റംസ് ആണ്. അത് ഹൈലി ഹൈലി ചാർജ്ഡ് ആണ്. അതേസമയം മറ്റ് ഇൻഡസ്ട്രിയൽ പർപ്പസസിന് സപ്ലൈ ചെയ്യുന്ന ആൽക്കഹോള് മോസ്റ്റ്ലി ഇറ്റ് ഈസ് സബ്സിഡൈസ്ഡ് ആണ്. സോ ടു അവോയ്ഡ് മാൽ പ്രാക്ടീസസ് ഇറ്റ് ഈസ് അഡ്വൈസബിൾ ഓർ ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഡൺ ലൈക്ക് ഡീനേച്ചുറേഷൻ ചെയ്തിട്ടാണ് കൊടുക്കുക. ഇറ്റ് ഈസ് മെയ്ഡ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ് പർപ്പസ് ബൈ ആഡിങ് കോപ്പർ സൾഫേറ്റ്, പിരിഡിൻ, റബ്ബർ ഡിസ്റ്റിലേറ്റ്സ്. ഇതൊക്കെ ആഡ് ചെയ്ത് ദ pure alcohol which is made unfit for drinking purpose to avoid the malpracticing. ആ പ്രൊസീജിയറിന് പറയുന്ന പേര് ടെക്സ്റ്റിലുണ്ട്, പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡീനേച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ, അതാണ് പ്രൊസീജിയർ. അതിനെക്കുറിച്ചാണ് ചോദ്യം. Denatured alcohol with color and foul smell is made nowadays by mixing ethanol with copper sulfate and pyridine. Third choice. കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്യും, കളറ് നോക്കാൻ വേണ്ടിയിട്ട് പിരിഡിൻ ആഡ് ചെയ്യും, ഫൗൾ സ്മെല്ല്, റബ്ബർ ഡിസ്റ്റിലേറ്റ്സ് ആഡ് ചെയ്യും. ഇറ്റ്സ് മെയ്ഡ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ് പർപ്പസ്. അതാണ് പ്രൊസീജിയർ. ഓക്കെ, സോ ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. പിന്നെ മെത്തിലേറ്റഡ്, ഇതിൽ ഈ ഓപ്ഷൻ പോവാതെ ശ്രദ്ധിക്കണേ. മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത് മെത്തിലേറ്റഡ് നമ്മൾ വേണമെന്ന് വെച്ചിട്ട് ആഡ് ചെയ്യുന്നതല്ല. പ്രിപ്പറേഷൻ സമയത്ത് ഡ്യൂ ടു സം ഫോൾട്ടി പ്രിപ്പറേഷൻസ് ചിലപ്പോൾ മെത്തിലേഷൻ സംഭവിക്കാം. പ്യുവർ ഗ്രെയിൻ സ്പിരിറ്റിൻ്റെ കൂടെ മെത്തനോള് ചിലപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് ഈസ് ടു ഡേഞ്ചറസ്, എസ്പെഷ്യലി ഇൻ ദ ഡ്രിങ്കിങ് ആൽക്കഹോൾ. ബെവറേജസ് സിസ്റ്റത്തിൽ അങ്ങനെ മെത്തിലേഷൻ നടന്നാൽ, മെത്തിലേറ്റഡ് ആൽക്കഹോൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് മദ്യ ദുരന്തങ്ങളൊക്കെ അങ്ങനെയല്ലേ ഉണ്ടാകുന്നത്, അല്ലേ? തികച്ചും അൺഒഫീഷ്യൽ ആയിട്ടുള്ള പല പ്രിപ്പറേഷൻ ടെക്നിക്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം. മദ്യ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് ഒരു കാരണമായിട്ട് പറയുന്നത് മെത്തിലേറ്റഡ് സ്പിരിറ്റ് ആണ്. മെത്തിലേറ്റഡ് സ്പിരിറ്റിൽ മെത്തനോൾ കണ്ടന്റ് വരുമ്പോൾ മെത്തനോൾ കുറച്ച് ശരീരത്തിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ മതി, കാഴ്ചശക്തി അപ്പം തന്നെ നഷ്ടപ്പെടും. റൈറ്റ്? എ ഗ്രേറ്റർ കണ്ടന്റ് ക്യാൻ കോസ് ഡെത്ത്. റൈറ്റ്? അത് ഒരു ആൻസർ ആയിട്ട് പെട്ടെന്ന് പോകരുത്. ഇതാണ് കൊമേഴ്ഷ്യലി ഡീനേച്ചുറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് 8ാമത്തെ ചോദ്യം. In which of the following liquid intermolecular hydrogen bonding does not exist? ഇത് കാർബോക്സിലിക് ആസിഡ് ആണ്. അതിൽ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, അറിയാലോ അല്ലേ? കാർബോക്സിലിക് ആസിഡ്സിൽ there is intermolecular hydrogen bonding. There is intermolecular, even molecular association നടക്കുന്ന സിസ്റ്റമാണ് കാർബോക്സിലിക് ആസിഡ്. And there is intermolecular hydrogen bonding, no doubt about it. അതുപോലെ ആൽക്കഹോൾസിൽ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ദിസ് ഈസ് ആൽക്കഹോൾ, there can be intermolecular hydrogen bonding. 3 സ്ഥലങ്ങളിലൂടെ ഉണ്ടാവും. ഈ ലോൺ പെയർ യൂസ് ചെയ്യാം, ഈ ലോൺ പെയർ യൂസ് ചെയ്യാം, ഹൈഡ്രജൻ യൂസ് ചെയ്യാം. 3 സ്ഥലത്തുണ്ടാവും. ഫിനോളിലുണ്ടല്ലോ, ഫിനോളിൽ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഇവിടെ ഉണ്ടാവും, ഈ ലോൺ പെയറിൽ ഉണ്ടാവും, ഈ ലോൺ പെയർ 3 സ്ഥലത്തുണ്ടാവും. Diethyl ether, that is the answer. In diethyl ether there is no intermolecular hydrogen bonding. എങ്ങനെ അവിടെ ഉണ്ടാവുക? Diethyl ether, R
OR. ഓക്സിജൻ ഉണ്ട്, ലോൺ പെയർ ഉണ്ട്, പക്ഷെ ഹൈഡ്രജൻ ഇല്ല. ഓക്സിജൻ ഉണ്ട്, ലോൺ പെയർ ഉണ്ട്, പക്ഷെ ഹൈഡ്രജൻ ഇല്ല. സോ ദർ ഈസ് നോ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ബട്ട് റിമെമ്പർ, it is soluble in water. Lower members are soluble in water due to formation of hydrogen bonding with water. വാട്ടറുമായിട്ട് അതിന് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവാം, പക്ഷെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഈത്തറിനില്ല ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് ഹൈഡ്രജൻ. വാട്ട് അബൌട്ട് ഈത്തൈൽ അമീൻ? ഈത്തൈൽ അമീന് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും. ദിസ് ഈസ് ഈത്തൈൽ അമീൻ. ഇങ്ങനെ ഒരു ബോണ്ടിങ് വരാം, ഇങ്ങനെ വരാം, ഈ ലോൺ പെയറിൽ ഒരെണ്ണം ഉണ്ടാവാം. സോ ഓൾ ദി മോളിക്യൂൾസ് ഓപ്ഷൻ 1, 2, 3 and 5 ക്യാൻ ഹാവ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഈത്തറിനില്ല കേട്ടോ, കാരണം ഈത്തറിൽ ഹൈഡ്രജൻ ഇല്ലല്ലോ. ഹൈഡ്രജൻ ബോണ്ടിങ് നടക്കണമെങ്കിൽ ഓക്സിജൻ മാത്രം പോരല്ലോ, അവിടെ ഒരു ഹൈഡ്രജനും കൂടെ വന്നാലല്ലേ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോ 4th ചോയ്സ് ആണ് അടുത്ത ചോദ്യം. 9ാമത്തെ ചോദ്യം. Which of the following compound contains 2 primary alcoholic and 1 secondary alcoholic group? Primary alcoholic group എന്ന് പറഞ്ഞാൽ അറിയാലോ, CH2OH. ഇതാണ് പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ്. സെക്കൻഡറി ആൽക്കഹോളിക് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ CHOH എന്ന് വരണം. CHOH എന്ന് വരണം. അപ്പൊ CH2OH നോക്കിയാൽ അറിയാം പ്രൈമറി, CHOH എന്ന് കണ്ടാൽ സെക്കൻഡറി, COH എന്ന് കണ്ടാൽ ടെർഷറി. പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ രണ്ട് പ്രൈമറി ആൽക്കഹോളും ഒരു സെക്കൻഡറി ആൽക്കഹോൾ ഗ്രൂപ്പും വരണം. എത്തിലീൻ ഗ്ലൈക്കോൾ ഫസ്റ്റ് ചോയ്സ്. എത്തിലീൻ ഗ്ലൈക്കോൾ അറിയാത്തവരുണ്ടോന്ന് അറിയില്ല. ദിസ് ഈസ് കോൾഡ് എത്തിലീൻ ഗ്ലൈക്കോൾ. ഇത് ഉത്തരമല്ല കേട്ടോ, കാരണം ഇതില് 2 പ്രൈമറി ആൽക്കഹോൾ ഗ്രൂപ്പ് ഉണ്ട്, പക്ഷേ സെക്കൻഡറി ആൽക്കഹോൾ ഗ്രൂപ്പ് ഇല്ല. ഫസ്റ്റ് ചോയ്സ് അല്ല. അടുത്തത് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ, രണ്ടാമത്തേത് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ. ദിസ് ഈസ് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ആൻഡ് ദിസ് ഈസ് എ സെക്കൻഡറി ആൽക്കഹോൾ ആണ്. ഒരു സെക്കൻഡറി ആൽക്കഹോൾ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, അപ്പൊ അതും ആൻസർ അല്ല. ഇനി ടെർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ, മൂന്നാമത്തേത് ടെർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ. ഇതാണ് ടെർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ. അതിൽ ഒരു ടെർഷ്യറി ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടത് 2 പ്രൈമറിയും ഒരു സെക്കൻഡറിയും വേണം. അപ്പോ അതും അല്ല. ഗ്ലിസറോൾ ആണ് ആൻസർ. കിട്ടും. ആൻസർ ഈസ് ഗ്ലിസറോൾ. CH2OH, CH2OH. ഇതാണ് ഗ്ലിസറിൻ എന്നറിയപ്പെടുന്ന, ഗ്ലിസറോൾ എന്നറിയപ്പെടുന്ന മോളിക്യൂള്. എവറിബഡി നോ ദാറ്റ്. ഇത് പ്രൈമറിയാണ്, വൈൽ ദിസ് ഈസ് സെക്കൻഡറി. അപ്പൊ 2 പ്രൈമറിയും ഒരു സെക്കൻഡറിയും ഉണ്ട്. ദിസ് ഈസ് CH2OH പ്രൈമറി, CH2OH പ്രൈമറി, CHOH സെക്കൻഡറി, ആൻഡ് ദാറ്റ് ഈസ് ദ ആൻസർ. ഗ്ലിസറോൾ ആണ് ആൻസർ. കിട്ടും. ഗ്ലിസറോൾ വളരെ തിക്കായിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. ഒരു തിക്ക് ലിക്വിഡ് ആണ് ഡ്യൂ ടു എക്സ്റ്റെൻസീവ് ഹൈഡ്രോജൻ ബോണ്ടിങ്. വളരെ തിക്കായിട്ടുള്ള ബോയിലിംഗ് പോയിന്റ് ഹൈ വരുന്ന ഒരു ലിക്വിഡാണ് ഗ്ലിസറിൻ. ബിക്കോസ് 3 OH ഗ്രൂപ്പ് ഉണ്ട്. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. ആൻഡ് വാട്ട് അബൌട്ട് 5th ചോയ്സ്? സെക്കൻഡറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ. ദിസ് ഈസ് സെക്കൻഡറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ. സെക്കൻഡറി ബ്യൂട്ടൈൽ ആൽക്കഹോളിൽ ഒരു സെക്കൻഡറി ആൽക്കഹോൾ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതും ആൻസർ അല്ല. അപ്പോ 1, 2, 3, 5 അതിലൊന്നും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. 4th ചോയ്സ് ഈസ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് 10ാമത്തെ ചോദ്യം. പ്രൊപ്പീൻ ഓൺ ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻ ഗീവ്സ്. പ്രൊപ്പീൻ ഓൺ ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻ, പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോളിൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്ന റിയാക്ഷൻ ആണത്, ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻ. ദിസ് ഈസ് ദ റിയാക്ഷൻ. CH3CH double bond CH2 treated with diborane B2H6. You will get CH3CH2 CH2 BH2 എന്ന് കിട്ടും. മോണോ ആൽക്കൈൽ ബൊറൈൻ എന്ന് കിട്ടും അല്ലെ. അങ്ങനെ 3 പ്രാവശ്യമാണ് ഈ റിയാക്ഷൻ നടക്കുക. 2 times more the reaction happens and you get ട്രൈ ആൽക്കൈൽ ബൊറൈൻ. ഇതാണ് കിട്ടുക. ട്രൈ ആൽക്കൈൽ ബൊറൈൻ, ട്രൈ പ്രൊപ്പൈൽ ബൊറൈൻ. ദിസ് ഈസ് വാട്ട് യു ഗെറ്റ്.
ട്രൈപ്രൊപ്പൈൽ ബൊറേൻ, അത് കിട്ടും. ഓക്കെ, ആൻഡ് നൗ ദാറ്റ് മോളിക്യൂൾ ട്രീറ്റഡ് വിത്ത് ഓർ ദാറ്റ് കോമ്പൗണ്ട് ഈസ് റിയാക്ടിങ് വിത്ത്, ഇതാണ് ട്രൈപ്രൊപ്പൈൽ ബൊറേൻ. 1 2 3 1 2 3 1 2, ദിസ് ഈസ് ട്രൈപ്രൊപ്പൈൽ ബൊറേൻ. ഞാൻ ബോറോണിന് പകരം ബ്രോമിൻ എഴുതി. 1 2 3 ട്രൈപ്രൊപ്പൈൽ, 1 2 3 പ്രൊപ്പൈൽ, 1 2 3 ട്രൈപ്രൊപ്പൈൽ ബൊറേൻ. And this is treated with H2O2 and alkali medium. There will be hydroxylation reaction, and hope you remember, ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും, ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും, ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും, and each side there will be OH group connected. ഇവിടെ ഒരു OH ഗ്രൂപ്പ് വരും, ഇവിടെ ഒരു OH ഗ്രൂപ്പ് വരും, ഇവിടെ ഒരെണ്ണം, ഇപ്പുറത്തൊരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇപ്പുറത്തൊരെണ്ണം. So the result is you are going to get 3 molecule of 1 2 3, you get a 3 molecule of normal propyl alcohol, അതായത് propan 1-ol and BOH 3 times boric acid, BOH 3 times H3BO3 boric acid, H3BO3 boric acid, and 3 molecules of propan 1-ol. Option 1 is the correct answer, right? Hydroboration oxidation versus acid catalyzed hydration, ആ വ്യത്യാസം കൃത്യമായിട്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ് അല്ലേ? എന്താണ് ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് കാർബോകാറ്റയോൺ മെക്കാനിസം. അപ്പോൾ ഏതാണോ സ്റ്റേബിൾ കാർബോകാറ്റയോൺ ആ പാത്തിലൂടെ കിട്ടുന്ന മേജർ പ്രോഡക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, വെൻ യു ടേക്ക് പ്രൊപ്പീൻ, ദ മേജർ പ്രോഡക്റ്റ് ഈസ് പ്രൊപ്പൻ 2-ol ആണ് ഫോം ചെയ്യുക, പഠിച്ചിട്ടുണ്ട് ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ. അതേസമയം ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷനിൽ നമുക്ക് മറ്റേ പ്രോഡക്റ്റ് ആയിരിക്കും. ഔട്ട് ഓഫ് പ്രൊപ്പൻ 1-ol, പ്രൊപ്പൻ 2-ol, പ്രൊപ്പൻ 1-ol will be the major product. The major product obtained seem to be like the one which we get through anti-Markovnikov addition. Anti-Markovnikov additionൽ കിട്ടുന്ന പ്രോഡക്റ്റ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ഇവിടെ നമുക്ക് ലഭിക്കുക, റൈറ്റ്? അവിടെയും ഒരു കാര്യം മക്കളെല്ലാവരും ശ്രദ്ധിക്കണം. എന്ത് ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷനിലെ പ്രോഡക്റ്റ് ആന്റി-മാർക്കോണിക്കോഫ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇത് ആന്റി-മാർക്കോണിക്കോഫ് അഡിഷൻ ആണ് എന്ന രീതിയിൽ ആരും വ്യാഖ്യാനിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ എന്ന് പറയുന്ന ഈ റിയാക്ഷൻ നടക്കുന്നത് ആന്റി-മാർക്കോണിക്കോഫ് അഡിഷൻ ആണ് എന്ന ഒരു വ്യാഖ്യാനം പറയരുത്. അങ്ങനെയല്ലത്, അത് ആന്റി-മാർക്കോണിക്കോഫ് അഡിഷൻ അല്ല. ദ പ്രോഡക്റ്റ് സീം ടു ബി സിമിലർ ടു ആന്റി-മാർക്കോണിക്കോഫ് പ്രോഡക്റ്റ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. രണ്ട് വ്യത്യസ്ത കമന്റുകളാണ് കേട്ടോ. ടെക്സ്റ്റിൽ കൃത്യമായിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. സോ ദിസ് ഈസ് വാട്ട് ദ റിയാക്ഷൻ പ്രോഡക്റ്റ്. പ്രൊപ്പീൻ ഓൺ ഹൈഡ്രോബൊറേഷൻ യു ഗെറ്റ് പ്രൊപ്പൻ 1-ol. ഇത് രണ്ടുമാണ് കോമ്പീറ്റിംഗ് ചോയ്സ് കേട്ടോ. പ്രൊപ്പൻ 1-olഉം പ്രൊപ്പൻ 2-ol ആണ് കോമ്പീറ്റിംഗ് ചോയ്സ്. ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ആണെങ്കിൽ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ H+ ഇൻ അതാണെന്നുണ്ടെങ്കിൽ ഇതാണ് പ്രോഡക്റ്റ്. പക്ഷെ നമ്മുടെ പ്രോഡക്റ്റ് ഇതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. കറക്റ്റ് ഡിക്രീസിംഗ് ഓർഡർ ഓഫ് അസിഡിക് സ്ട്രെങ്ത് ആണ്. കറക്റ്റ് ഡിക്രീസിംഗ് ഓർഡർ ഓഫ് അസിഡിക് സ്ട്രെങ്ത് ആണ്. We have phenol, paracresol, metacresol, and ethanol, right? Everybody may be remembering it is discussed in the classes that alcohols are less acidic than water, while phenols are more acidic than water. Alcohols are less acidic than water. Phenols are more acidic than water. Right? ആൽക്കഹോൾസിന്റെ pKa വാല്യൂ വരുന്നത് 16 റേഞ്ചിലാണ്. ഫിനോളിന്റെ pKa വാല്യൂ വരുന്നത് 10 ആണ്. ഫിനോളിന്റെ pKa വാല്യൂ, hope you remember what is importance of pKa വാല്യൂ. ഇയാളുടെ വാല്യൂ വരുന്നത് 16 റേഞ്ചിലാണ്, ഇയാളുടെ വാല്യൂ വരുന്നത് 10 റേഞ്ചിലാണ് കിട്ടും. റൈറ്റ്? സോ
ലോവർ ദ pKa വാല്യൂ സ്ട്രോങ്ങർ ദി ആസിഡ്. ഓർക്കുന്നില്ലേ? ഗ്രേറ്റർ ദ Ka വാല്യൂ, ലോവർ ദ pKa വാല്യൂ, സ്ട്രോങ്ങർ ദി ആസിഡ്. മറക്കരുത്. ഗ്രേറ്റർ the Ka value, lower the pKa value, stronger the acid. Right? അപ്പോൾ pKa വാല്യൂ ആണ് നമ്മൾ അസിഡിക് സ്ട്രെങ്ത് പറയാൻ വേണ്ടി എപ്പോഴും യൂസ് ചെയ്യുക. അല്ലെങ്കിൽ Ka വാല്യൂ ആണ്. ലാർജർ ദ Ka വാല്യൂ, ലോവർ ദ pKa വാല്യൂ, സ്ട്രോങ്ങർ ദി ആസിഡ്. ഫിനോളിന്റെ pKa വാല്യൂ 10 ആണ്. ആൽക്കഹോളിന്റെ pKa വാല്യൂ ഇൻ ദ റേഞ്ച് ഓഫ് 16 ആണ്. റൈറ്റ്? ആൻഡ് ഹിയർ വി ഹാവ് ഫീനോൾ. പിന്നെ ക്രസോൾ ആണ്. ഇത് പാരാക്രസോൾ, മെറ്റാക്രസോൾ. ക്രസോൾ അറിയാലോ അല്ലെ? മെത്തിൽ ഫിനോൾസ് ആർ കോൾഡ്. സോ വി ഹാവ് ദ മോളിക്യൂൾ. ഫീനോൾ ഉണ്ട്, പിന്നെ പാരാക്രസോൾ ഉണ്ട്. ദിസ് ഈസ് പാരാക്രസോൾ. പിന്നെ മെറ്റാക്രസോൾ ഉണ്ട്. ദിസ് ഈസ് മെറ്റാക്രസോൾ ആൻഡ് എത്തനോൾ. റൈറ്റ്? ഇതിന്റെ ഒരു റിലേറ്റീവ് കമ്പാരിസൺ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ഇൻ എ ടേബിൾ. നോക്കൂ, ഇങ്ങനെ ഒരു ടേബിൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു ടേബിൾ ഓർമ്മയില്ലേ? നോക്ക്, ഫീനോളിന്റെ വാല്യൂ 10 ആണ്. എത്തനോളിന്റെ വാല്യൂ 15.9 ആണ്. ആൻഡ് സീ ദ കമന്റ്, ഫിനോൾ ഈസ് million times more acidic than ethanol. It is in terms of Ka value. In terms of Ka value, we can say phenol is million times acidic than ethanol എന്ന് പറയാം. In terms of Ka value. ആൽഫയുടെ ടേംസിൽ അത് അത്രയും പറയില്ല. എനിവേ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, നൈട്രോ ഗ്രൂപ്പ്. യു സി നൈട്രോ ഗ്രൂപ്പ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ അസിഡിക് ക്യാരക്ടർ കൂടും. യു സി ദ pKa വാല്യൂ കുറഞ്ഞു. അപ്പൊ ഫിനോളിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് വന്നു കഴിഞ്ഞാൽ അസിഡിക് ക്യാരക്ടർ കൂടും, pKa വാല്യൂ കുറയും. വി ആർ ടോക്കിംഗ് അബൌട്ട് ക്രസോൾ. ക്രസോൾസ് എന്ന് പറഞ്ഞാൽ മീത്തൈൽ ഫിനോൾസിനെയാണ് ക്രസോൾസ് എന്ന് പറയാം. ക്രസോളിന്റെ വാല്യൂ നോക്ക്, 10 കൂടുകയാണ് ചെയ്യുക. റൈറ്റ്? അതിൽ ഓർഡർ എങ്ങനെ വരും? ഓർത്തോയും മെറ്റായും പാരയും ഒക്കെ അവിടെ കണ്ടു. ഓർഡർ എങ്ങനെ വരിക? ഐ തിങ്ക് ഇറ്റ് ഈസ് കമ്പാരിസൺ ബിറ്റ്വീൻ മെറ്റ ആൻഡ് പാര. Right? Above, it is less acidic than phenol. And you can see the order. Phenol will be maximum. അത് കഴിഞ്ഞ് മെറ്റയാണ് വരിക. അത് കഴിഞ്ഞ് പാര വരും. അത് കഴിഞ്ഞ് എത്തനോൾ വരും. അല്ലെ? നോക്കൂ, വാല്യൂ നോക്കൂ. ഫീനോള് 10. അത് കഴിഞ്ഞ് മെറ്റയാണ് 10.1. അത് കഴിഞ്ഞ് പാര 10.2. അത് കഴിഞ്ഞ എത്തനോൾ. ഐ മീൻ ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് അസിഡിക് സ്ട്രെങ്ത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഫിനോളിന്റെ വാല്യൂ 10 ആൻഡ് റൈറ്റിംഗ് pKa വാല്യൂ. പിന്നെ പാരയ്ക്ക് വരുന്നത് 10.2 ആണ്. അത് കഴിഞ്ഞ് മെറ്റയ്ക്ക് വരുന്നത് 10.1 ആണ്. ഇതിന് 15.9 ആണ്. സോ വാട്ട് വിൽ ബി ദി ഓർഡർ? 10 കഴിഞ്ഞ് 10.1 ഇത് വരണം കേട്ടോ. അപ്പോ ഇത് തെറ്റ്. ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. 10 കഴിഞ്ഞ് 10.1 ഇത് വരണം. എത്തനോൾ മാക്സിമം തെറ്റാണ്. മെറ്റാക്രസോൾ മാക്സിമം തെറ്റാണ്. ഇവിടെ നോക്കൂ, ഫീനോൾ ഗ്രേറ്റർ, അത് കഴിഞ്ഞ് മെറ്റ. ദിസ് ഈസ് ദി ആൻസർ. ഇത് 10, ഇത് 10.1, ഇത് 10.2, ഇത് 15.9. This is the answer. Fourth choice is the correct answer. Okay. Once again, alcohols are less acidic than water. Marakanda. Phenols are more acidic than water, but less acidic than carboxylic acid. ഇങ്ങനൊരു ഓർഡർ ആരും മറക്കരുത്. This is less acidic than carboxylic acid. ഇനി ആൽക്കഹോളിൽ തന്നെ ഓർഡർ എങ്ങനെ വരിക? ടെർഷ്യറി ലെസ് ദാൻ സെക്കൻഡറി ലെസ് ദാൻ പ്രൈമറി. ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ആൽക്കഹോൾസ് ലെസ് ദാൻ വാട്ടർ, ഫിനോൾസ് മോർ ദാൻ വാട്ടർ ബട്ട് ലെസ് ദാൻ കാർബോക്സിലിക് ആസിഡ്. ഇനി ഫിനോളിൽ തന്നെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് വന്നാൽ
അസിഡിക് സ്ട്രെങ്ത് കൂടും, pKa കുറയും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നാൽ, മെത്തിൽ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്, മെത്തിൽ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നാൽ pKa കൂടും, അസിഡിക് സ്ട്രെങ്ത് കുറയും. ഇതെല്ലാം ഓർക്കുക, കൃത്യമായിട്ട് ചെയ്യുക. പക്ഷെ നോക്കുക, മെറ്റായും പാരയും തമ്മിലാണ് ഇവിടെ കമ്പാരിസൺ ചോദിച്ചിരിക്കുന്നത്. നോർമലി അറ്റ് മെറ്റാ പൊസിഷൻ വി ഡോണ്ട് ഗെറ്റ് ദ ഇഫക്റ്റ് ഡോമിനന്റ്. ഇയാള് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ്, പക്ഷെ അയാൾക്ക് മെറ്റാ പൊസിഷനിൽ വലിയൊരു റോള് കാണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് pKa വാല്യൂ എന്ത് ചെയ്യുന്നത്, ഒരുപാട് കൂടാത്തത്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നാൽ pKa കൂടും, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നാൽ pKa കൂടും. എവിടെ വന്നാൽ, ഓർത്തോ പാരയിൽ വന്നാൽ pKa കൂടും, മെറ്റയിൽ വരുമ്പോൾ അത്ര കൂടുന്നില്ല. അതാണ് പോയിന്റ്. Okay, so all these groups, whether it is electron donating or electron withdrawing group, their effect is pronounced at ortho-para position എന്നതും നമ്മൾ പഠിക്കുന്ന പോയിന്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. The products P1, P2, P3, P4 of the following reactions are. ഒന്നാമത്തേത് preparation of phenol ആണ്. Benzene treated with sulfuric acid oleum, you get benzene sulfonic acid, and that is heated with NaOH. ആദ്യം എന്ത് കിട്ടും, ആദ്യം ഫീനോക്സൈഡ് കിട്ടും, and that upon acidification you get phenol. അപ്പോൾ P1 എന്ന് പറയുന്നത് ഫീനോൾ ആണ്. P1 ഫീനോൾ, ഇത് തെറ്റാണ്. P1 ഫീനോൾ, ഇത് കട്ട് ചെയ്യാം. P1 ഫീനോൾ ഇതും കട്ട് ചെയ്യാം. അപ്പോൾ 2ഉം 5ഉം എലിമിനേറ്റ് ചെയ്തു. രണ്ടാമത്തേത് ഫീനോൾ വിത്ത് കാർബൺ ഡയോക്സൈഡ് NaOH, ദിസ് ഈസ് കോൾബ്സ് റിയാക്ഷൻ അല്ലെ, ദിസ് ഈസ് കോൾബ്സ് റിയാക്ഷൻ. ആൻഡ് P2 ഐ ഡോണ്ട് ഹാവ് ടു ടെൽ യു, ഇറ്റ് ഈസ് സാലിസിലിക് ആസിഡ്. കോൾബ്സ് റിയാക്ഷനിലെ പ്രോഡക്റ്റ് എന്താണ്, സാലിസിലിക് ആസിഡ് ആണ്, സാലിസിലിക് ആസിഡ് ആണ്. അപ്പോ P2 is salicylic acid. P2 salicylic acid, അത് കട്ട് ചെയ്യാം. P2 salicylic acid, P2 salicylic acid. അപ്പോൾ എത്ര ചോയ്സ് പോയി, ഇനിയിപ്പോൾ 3ഉം 4ഉം മാത്രമേ ഉള്ളൂ. അടുത്തത് this is Remer-Tiemann reaction. Phenol with chloroform and alkali, this is Remer-Tiemann reaction, and the product P3 is salicylaldehyde. Right? എന്ന് വെച്ചാൽ P3 salicylaldehyde. Do we get the answer? Yes, I think P3 salicylaldehyde. P3 ക്ലോറോഫോം അല്ല കേട്ടോ, ഇത് നമുക്ക് രണ്ടും ആനിസോൾ ആണ്. സാലിസിലാൽഡിഹൈഡ്, ഐ വാസ് മിസ്റ്റേക്കൺ ഓൺ ദാറ്റ്. ഞാനിത് ക്ലോറോഫോം എന്നാണ് വായിച്ചത്. ക്ലോറോഫോം അല്ല, മെത്തിൽ ക്ലോറൈഡ് ആണ്. അതൊരു ട്രാപ്പാണ് കേട്ടോ. ഇത് നോക്കൂ, ഞാൻ വായിച്ചത് ക്ലോറോഫോം എന്നാ, ക്ലോറോഫോം അല്ല. ദിസ് ഈസ് മെത്തിൽ ക്ലോറൈഡ്. സോ വാട്ട് ഈസ് ദ റിയാക്ഷൻ? ദ റിയാക്ഷൻ ഈസ് ഫസ്റ്റ് സോൾട്ട് ആയിട്ട് മാറും, യു ഗെറ്റ് സോഡിയം ഫിനോക്സൈഡ്. രണ്ടാമത്തേത് വില്യംസൺ സിന്തസിസ് ആണ് കേട്ടോ മക്കളെ. ദിസ് ഈസ് വില്യംസൺ സിന്തസിസ്. ദിസ് ഈസ് ട്രീറ്റഡ് വിത്ത് CS3Cl. I read as chloroform. And now NaCl out and you get anisole. എന്ന് വെച്ചാൽ അവിടെ നമുക്ക് ആൻസർ കിട്ടുന്നില്ല. രണ്ടിലും ആനിസോൾ ആണ്, മൂന്നില് P3 ആനിസോൾ ആണ്, 4ല് P3 ആനിസോൾ ആണ്. We don't get the answer. So only the last product give us the answer. So first one phenol എന്ന് കിട്ടും, 2 ചോയ്സ് കട്ടാവും. സെക്കൻഡ് വൺ സാലിസിലിക് ആസിഡ് എന്ന് കിട്ടും, അഗെയിൻ ഒരു ചോയ്സ്. സെക്കൻഡ് വൺ സാലിസിലിക് ആസിഡ്, അപ്പോ ഒരു ചോയ്സ് കട്ടാവും തോന്നുന്നു അല്ലേ? ഒരു ചോയ്സ് കട്ടാവും. പിന്നെ തേർഡ് വൺ വി ഡോണ്ട് ഗെറ്റ് ദി ആൻസർ, കാരണം രണ്ടും സെയിം പോയിന്റ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ സാലിസിലിക് ആസിഡ് വിത്ത് അസറ്റിക് anhydride, ഓർമ്മയില്ലേ? ആസ്പിരിൻ, there will be esterification over here. There will be esterification over here. You get acetyl salicylic acid, OCOCH3 COOH, acetyl salicylic acid. Acetyl salicylic acid called aspirin. Right? അതാണ് P4.
അപ്പൊ ആൻസർ എന്തായാലും കിട്ടും. ഇത് അവിടെയുണ്ട്. ഇത് ആസ്പിരിൻ ആണ്, ഇത് തെറ്റി. ഫിനൈൽ അസറ്റേറ്റ് അല്ല, ആസ്പിരിൻ. തേർഡ് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. തേർഡ് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. റൈറ്റ്? ഫൈൻ. യെസ്. അപ്പോ ഒന്നാമത്തെ പ്രോഡക്റ്റ് ഫിനോൾ. പ്രിപ്പറേഷൻ ഓഫ് ഫിനോളിന്റെ അവിടെയുണ്ട്. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ഫിനോളിന്റെ 4 റിയാക്ഷൻ ഉണ്ട്. അതിൽ രണ്ടാമത്തെ റിയാക്ഷൻ റെഫർ ചെയ്തോളൂ. ഇത് കോൾബ്സ് റിയാക്ഷൻ, സാലിസിലിക് ആസിഡ്. ഇത് വില്യംസൺ സിന്തസിസ് ആണ് കേട്ടോ. വില്യംസൺ സിന്തസിസ് ആണ്. ഇവിടെ ഒരു കുഞ്ഞ് നമ്മുടെ അശ്രദ്ധയെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു കുഞ്ഞ് പരിപാടി ഇവിടെ ഒപ്പിച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ ക്ലോറോഫോം എന്ന് വായിക്കാൻ സാധ്യതയുണ്ട്, സാലിസിൽ ആൽഡിഹൈഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ തെറ്റില്ല കേട്ടോ. കാരണം എന്താ അറിയോ, അതിന് പറ്റിയ ചോയ്സ് ഇല്ല. അതിന് പറ്റിയൊരു ചോയ്സ് ഇല്ല. ഉണ്ടെങ്കിൽ അതൊരു ട്രാപ്പായിട്ട് വർക്ക് ചെയ്തേനെ, അല്ലെങ്കിൽ അത് തെറ്റുപറ്റി പോകാൻ സാധ്യതയുള്ളതാണ്. പക്ഷെ ചോയ്സ് ഇല്ലാത്തതുകൊണ്ട് വി വിൽ ബി കെയർഫുൾ. അടുത്തത് ലാസ്റ്റ് വൺ. ഇറ്റ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് ആസ്പിരിൻ. സാലിസിലിക് ആസിഡ് ട്രീറ്റഡ് വിത്ത് അസറ്റിക് അൻഹൈഡ്രേറ്റ്, esterification reaction. You get aspirin. Okay. Now the next question. Oh, that is the last question. അതാണ് അവസാനത്തെ ചോദ്യം. What is the major product of the following reaction? Major product of the following reaction. You have cresol, paracresol with bromine and Lewis acid. This is working as a Lewis acid. This is working as a Lewis acid, and we are talking about ESR, electrophilic aromatic substitution reaction ആണ്. ഹാലോജിനേഷൻ ആണ് കേട്ടോ. ഇലക്ട്രോഫിലിക് ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്, ഹാലോജിനേഷൻ ആണ്. അപ്പോ റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കുക. These two will react and you get Br plus, and that Br plus is attacked by the benzene ring. That Br plus is attacked by the benzene ring എന്ന് വെച്ചാൽ സൈഡ് ചെയിൻ ബ്രോമിനേഷൻ തെറ്റാണ്. റിങ്ങിലാണ് വരിക. ഇതാവാം. പിന്നെ OH പോയിട്ട് ബ്രോമിൻ വരികയല്ല ചെയ്യാം. OH പോയിട്ട് ബ്രോമിൻ വരികയല്ല ചെയ്യാം. പിന്നെ ഇത് തെറ്റാണ്. അപ്പോ സൈഡ് ചെയിനിലല്ല ബ്രോമിൻ വരിക, റിങ്ങിലാണ് വരിക. ബിക്കോസ് ഇറ്റ് ഈസ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. റിങ്ങിൽ വരണം. ഓക്കെ. പിന്നെ ഇത് തെറ്റാണ്. OH പോയിട്ട് ബ്രോമിൻ വന്നിരിക്കുന്നത്, അങ്ങനെയല്ല വരിക. റിങ്ങിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് വരിക. അപ്പൊ എവിടെ വരും? ഇത് തെറ്റാണ്. കാരണം CH3 കാണാനില്ല. സോ വി ഗെറ്റ് ദി ആൻസർ. ഇത് പോയി, ഇതെല്ലാം പോയി. സോ ദി ആൻസർ ഈസ് തേർഡ് ചോയ്സ്. ആൻസർ ഈസ് തേർഡ് ചോയ്സ്. എവിടെ? OHന്റെ ഓർത്തോ പൊസിഷനിൽ വരും. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ദിസ് ഈസ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ്. ഇത് ഓർത്തോ പാരാ, OH ഗ്രൂപ്പ് ഈസ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ്. CH3 ഗ്രൂപ്പ് ഈസ് ഓൾസോ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ്. രണ്ടുപേരും ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. ആൻഡ് വി നോ OH ഗ്രൂപ്പ് ഈസ് എ ബെറ്റർ വൺ, അല്ലെ? അപ്പോൾ OH ഗ്രൂപ്പ് കുറച്ചുകൂടെ ബെറ്റർ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. റൈറ്റ്? OH ഗ്രൂപ്പ് CH3 ഗ്രൂപ്പിനെ അപേക്ഷിച്ച് ഒരു സ്ട്രോങ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ OHന്റെ ഓർത്തോ പാരാ പൊസിഷനിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ, പിന്നെ ഇവിടെ വരാൻ പറ്റില്ല കാരണം ഓൾറെഡി അവിടെ ആളുണ്ട്. സോ ഇറ്റ് വിൽ ബി ഐദർ ഹിയർ ഓർ ഹിയർ ദർ വിൽ ബി ബ്രോമിൻ കമ്മിങ്, ആൻഡ് ഹെൻസ് ദി ആൻസർ ഈസ് തേർഡ് ചോയ്സ്. OH ഗ്രൂപ്പിന്റെ ഓർത്തോ പൊസിഷനിലായിരിക്കും ബ്രോമിൻ വരിക. ദർ ഷുഡ് ഹാവ് ബീൻ എ കോമ്പീറ്റിംഗ് ചോയ്സ്. അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ചോയ്സിൽ കാണുവാനില്ല. ഇങ്ങനെ ഒരു ചോയ്സ് ഉണ്ടാവേണ്ടതായിരുന്നു. ദാറ്റ് വുഡ് ഹാവ് ബീൻ എ കോമ്പീറ്റിംഗ് ചോയ്സ്. മനസ്സിലാവുന്നുണ്ടോ? മറിച്ച് ബാക്കി എല്ലാം ചോയ്സ് വന്നിരിക്കുന്നത് സൈഡ് ചെയിനിൽ വന്നു. രണ്ടും കട്ട് ചെയ്തു. ഇവിടെ സൈഡ് ചെയിനിൽ മാത്രമല്ല കേട്ടോ, ഇവിടെയും വന്നിട്ടുണ്ട്. അവിടെയും തെറ്റാണ്. ഇതും തെറ്റാണ്. ഇത് തെറ്റാണ്. അവിടെ വന്നത് തെറ്റാണ്. ഇത് തെറ്റാണ്. ഇവിടെ ആ CH3 പോയിരിക്കുന്നു, അത് തെറ്റാണ്. സോ ദ ഫൈനൽ റിസൾട്ട് ഈസ് തേർഡ് ചോയ്സ്. ഐ വുഡ് സേ ദാറ്റ് ഓൾസോ വുഡ് ഹാവ് ബീൻ എ കോമ്പീറ്റിംഗ് ചോയ്സ് പ്രസന്റ് along with. അപ്പോൾ ഇതും ഉണ്ടായിരുന്നുവെങ്കിൽ നല്ലൊരു കോമ്പിനേഷനും കൂടെ ആയേനെ. അഗെയിൻ ദിസ് വിൽ ബി ദി ആൻസർ. അപ്പോൾ 13ഓളം ചോദ്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കീമിന്റെ പേപ്പറിൽ കാണാൻ സാധിച്ചത്. ഓർഗാനിക് സെക്കൻഡ് ഇയർ പാർട്ടിലെ വളരെ
പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ആൽക്കഹോൾ, ഫിനോൾ, ഈത്തേഴ്സ്. അതിൽ ചോദ്യങ്ങളാണ് വളരെ വിശദമായിട്ട് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. വേറൊരു വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കാണാം, വേറൊരു ചാപ്റ്ററിലെ ചോദ്യങ്ങളുമായിട്ട്. ടിൽ ദെൻ ബൈ, സി യു. നന്നായിട്ട് പഠിക്കുക.